സി റിസീവിങ് സ്റ്റിമുലൈ നമുക്കറിയാം 5 സെൻസറി ഓർഗൻസ് ഉണ്ട് ഹ്യൂമൻ ഓർഗാനിസത്തിൽ അല്ലേ. വിഷൻ ത്രൂ അവർ ഐസ്, ഹിയറിംഗ് ത്രൂ അവർ ഇയേഴ്സ്, സ്മെൽ ത്രൂ അവർ നോസ്, ടച്ച് ത്രൂ അവർ സ്കിൻ ആൻഡ് ടെസ്റ്റ് സ്റ്റിമുലൈ റിസീവ് ബൈ ഹ്യൂമൻ ബോഡി ത്രൂ ഓർഗൻസ്. അപ്പോൾ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എനി യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഓഫ് എനി ഓഫ് ദീസ് സെൻസസ്. നമ്മുടെ ഈ സെൻസ് ഓർഗൻ യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഏതൊരു ഔട്ട്പുട്ടും സ്റ്റിമുലസ് ആണ്. അപ്പോൾ സെൻസറി റിസെപ്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് നമ്മുടെ ഹ്യൂമൻ ഓർഗൻസിലൂടെ. ഏതൊക്കെ ഹ്യൂമൻ ഓർഗൻസിലൂടെയാണ് നമ്മുടെ സെൻസറി റിസെപ്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്? ത്രൂ അവർ ഐസ്, ഇയേഴ്സ്, നോസ്, മൗത്ത് ആൻഡ് സ്കിൻ, റൈറ്റ്? സോ ദേ റിസീവ് ദ സെൻസറി ഇൻപുട്ട്. ഈ പറഞ്ഞ ഈ സെൻസറി ഓർഗൻസ് ആണ് നമുക്ക് സെൻസറി ഇൻപുട്ട് തരുന്നത്, റൈറ്റ്? സോ ദ സെൻസറി ഫങ്ഷൻസ് ആർ ടു സീ ഇസ് വാട്ട്. സെൻസറി ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നമുക്ക് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, സ്മെൽ ചെയ്യാൻ പറ്റും, ടേസ്റ്റ് ചെയ്യാൻ പറ്റും. വി ക്യാൻ ഫീൽ ത്രൂ അവർ സ്കിൻ ഓൾസോ. അപ്പോൾ സെൻസറി ഓർഗൻസ് റിസീവ് ഫിസിക്കൽ ഒബ്ജക്ട്സ് ആൻഡ് ഈവൻറ്റ് ഓർ പീപ്പിൾ ആൻഡ് സ്റ്റിമുലൈ മേ ബി എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ. അപ്പോൾ നമ്മൾ ഈ സെൻസറി ഓർഗൻസിലൂടെ റിസീവ് ചെയ്യുന്ന ഫിസിക്കൽ ഒബ്ജക്ട്സിലൂടെ നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ട് പല സ്റ്റിമുലസും. ഏതിലൂടെ? സെൻസറി ഓർഗൻസിലൂടെ. പല സ്റ്റിമുലസും നമ്മൾ ഈ സെൻസറി ഓർഗൻസിലൂടെ റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ആവാം, എക്സ്റ്റേണൽ ആവാം. എക്സ്റ്റേണൽ സ്റ്റിമുലൈ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഇൻക്ലൂഡ് ലൈറ്റ് വേവ്സ്, സൗണ്ട് വേവ്സ്. എക്സ്റ്റേണലായിട്ട് നമുക്ക് കിട്ടുന്ന സ്റ്റിമുലൈയാണ്. ലൈറ്റ് വേവ്സ് കിട്ടും, സൗണ്ട് വേവ്സ് കിട്ടും, അതുപോലെ മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ പ്രഷർ, കെമിക്കൽ എനർജി. നമുക്ക് സ്മെൽ ചെയ്യാൻ പറ്റും, നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എന്താണ്? ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും തീയിൽ പോയി തൊട്ടാൽ നമുക്ക് പൊള്ളും. ഇതെന്താണ്? ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആണ്. ഇൻറ്റേർണൽ സ്റ്റിമുലൈയിൽ ഉദ്ദേശിക്കുന്നത് ഫുഡ് പാസിങ് ത്രൂ അവർ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതുപോലെ എനർജി ജനറേറ്റഡ് ബൈ മസിൽസ്, ഗ്ലാൻഡ് സെക്രീറ്റിംഗ് ബിഹേവിയർ, ഇൻഫ്ലുവൻസിങ് ദാറ്റ് ഹോർമോൺസ്. അതൊക്കെ എന്താണ്? എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആണ്. അതായത് നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡിയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് അങ്ങനത്തെ സ്റ്റിമുലൈസ് ഒക്കെ. ഇവിടെ നമ്മൾ കൂടുതലും പറയുന്നത് ഇൻറ്റേർണൽ സ്റ്റിമുലൈനെ കുറിച്ച്, എക്സ്റ്റേണൽ സ്റ്റിമുലയെ കുറിച്ചിട്ടാണ് നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, സോ പെർസെപ്ച്വൽ പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് റിസീവിങ് ദാറ്റ് സ്റ്റിമുലൈ. ആ സ്റ്റിമുലൈ നമുക്ക് കിട്ടുന്നത് ഈ പറയുന്ന 5 സെൻസറി ഓർഗൻസിലൂടെയാണ്. Now, second one is selecting of that stimuli. The body of any individual select only those stimuli which are important, and this selection is generated by 2 set of factors. എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ എൻവയോൺമെൻറ്റിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്യുന്ന സ്റ്റിമുലൈ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫെർദർ പ്രോസസ്സ് ചെയ്യും. ചില സ്റ്റിമുലൈ നമ്മൾ സ്ക്രീൻ ചെയ്യും. കാരണം ഒരു ഇൻഡിവിജ്വലിന് ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു സെലക്ട് ഓൾ സ്റ്റിമുലൈ റിസീവ്ഡ് ഫ്രം ദ എൻവയോൺമെൻറ്റ്. നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് പുറത്ത് നിന്ന് കിട്ടുന്ന എല്ലാ സ്റ്റിമുലൈസും, നമ്മളിപ്പോൾ ഒരു ബാഡ് സ്മെല്ലാണെന്നുണ്ടെങ്കിൽ വി വിൽ ജസ്റ്റ് മൂവ് ഫ്രം ദർ, റൈറ്റ്? ഒരു ഗുഡ് സ്മെല്ലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗുഡ് ടേസ്റ്റ് ഉള്ളതാണെങ്കിൽ നമ്മൾ വീണ്ടും അത് ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കും. നമുക്കതൊരു ബാഡായിട്ടാണ് ആ സ്റ്റിമുലൈ ആ ഒരു ഹ്യൂമണിനെ എഫക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വി വിൽ ജസ്റ്റ് ഇഗ്നോർ ദാറ്റ്. നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? വി വിൽ മൂവ് ഫ്രം ദാറ്റ് എൻവയോൺമെൻറ്റ്. ഇതൊക്കെ എന്താണ്? സെലക്ഷൻ ഓഫ് സ്റ്റിമുലൈ. അപ്പോൾ ഒരു ഹ്യൂമൻ ബോഡിക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് എന്ത് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്? ദേ ക്യാൻ സെലക്ട് ഓൺലി ദോസ് സ്റ്റിമുലൈ വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ്, ആൻഡ് ദിസ് സെലക്ഷൻ ഈസ് ഗവേൺഡ് ബൈ 2 set of factors, that is external and internal. That is the second process, selecting of the stimuli. അപ്പോൾ ആദ്യം സ്റ്റിമുലൈ റിസീവ് ചെയ്യാനുള്ള സെൻസ് ഓർഗൻസ് വേണം. അങ്ങനെ ഒരു സെൻസ് ഓർഗൻസ് ഒരു ഇൻഡിവിജ്വലിന് ഉണ്ടെങ്കിൽ ഹി വിൽ സെലക്ട് ഓൺലി വാട്ട് ഹീ നീഡ്സ്. ഓക്കെ, അത് എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആവാം, ഇൻറ്റേർണൽ സ്റ്റിമുലൈ ആവാം. Third one is process of organizing. The stimuli received by any individual must be organized properly so as to assign some meaning of them. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു, നമ്മളിവിടെ കൂടുതലും എക്സ്റ്റേണൽ സ്റ്റിമുലൈസിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഇപ്പോൾ ഇൻറ്റേർണലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ പ്രോസസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം, അതെന്താണ്? ഒരു പ്രോസസ് ഓഫ് ഓർഗനൈസിങ് ആണ്. എക്സ്റ്റേണൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഗുഡ് ടു ദാറ്റ് ഇൻഡിവിജ്വൽ, ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റിമുലൈ സെലക്ട് ചെയ്യുകയാണെങ്കിൽ വി വിൽ പ്രോസസ് ഫോർ ദാറ്റ് സ്റ്റിമുലൈ. അത് കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാൻ നോക്കും, അല്ലെങ്കിൽ കൂടുതൽ അതിനെക്കുറിച്ച് നമ്മൾ അടുക്കാൻ നോക്കും. അതൊക്കെ എന്താണ്? പ്രോസസ് ഓഫ് ഓർഗനൈസിങ് ആണ്. Okay, so the stimuli received from the environment must be organized so as to assign some meaning to them. അതിന് നമ്മളൊരു മീനിങ് കണ്ടെത്തുകയാണ്, ഇതെന്താണെന്ന് അറിയാൻ ശ്രമിക്കുകയാണ് ആ ഒരു ഇൻഡിവിജ്വൽ.
Okay, this aspect of forming bits of information into meaningful ones is called the perceptual organization. അതിന് ഇപ്പം എന്തെങ്കിലും ഒരു സ്റ്റിമുലായി കണ്ട് അതിനൊരു മീനിങ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ. നൗ ഇൻറ്റർപ്രറ്റിംഗ്. After the data has been received and organized, the next step is to interpret that data. അപ്പോൾ നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് പ്രോസസ്സ് ചെയ്ത് അതിനെ ഒരു പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ, അതായത് അതിനൊരു മീനിങ് ഫുൾ വൺ ആക്കി എടുത്തു കഴിഞ്ഞു എന്ന് വെച്ചാൽ, ഓക്കെ, ആഫ്റ്റർ ദ ഡാറ്റ ഹാവ് ബീൻ റിസീവ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ്, പെർസീവർ ഇൻറ്റർപ്രറ്റ്സ് or he assigns meaning to that information, and people will interpret data on the basis of their own assumption, things and situation. An interpretation of stimuli is affected by characteristics of stimuli, situation under which perception take place, and the characteristics of the perceiver. അപ്പോൾ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് സ്റ്റിമുലൈയിൽ പറയുന്നത് എന്താ, നമ്മളിങ്ങനെ ഒരു ഡാറ്റയ്ക്ക്, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഡാറ്റ നമ്മൾ റിസീവ് ചെയ്ത് അതിനെ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യും, അതിനൊരു മീനിങ് ഫുൾ ഇൻഫർമേഷൻ കൊടുക്കും. അപ്പോൾ എക്സ്റ്റേണൽ പീപ്പിൾ എന്ത് ചെയ്യുന്നു, അതിനെക്കുറിച്ച് കൂടുതൽ ഇൻ്റർപ്രറ്റ് ചെയ്യും. അവർ അവരുടെ അസംഷൻസ് പറയും, അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അവർ അതിനെ അസ്യൂം ചെയ്യും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, ആ ഒരു സ്റ്റിമുലൈനെ കുറിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച മീനിങ് ആയിരിക്കില്ല വേറൊരാൾക്ക് അതിനെക്കുറിച്ച് ഉണ്ടാകുന്ന മീനിങ്. അവിടെ ഒരു ഇൻ്റർപ്രിറ്റേഷൻ നടക്കുകയാണ്. Can you understand? So that interpretation of stimuli എങ്ങനെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, ബൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റിമുലൈ, ഏത് സിറ്റുവേഷനിലാണ് ആ ഒരു പെർസെപ്ഷൻ നടക്കുന്നത്, അതുപോലെ പെർസീവറുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഇതെല്ലാം ഇൻ്റർപ്രിറ്റേഷനിൽ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. Okay, now process of checking. After the data have been interpreted, the perceiver checks whether his interpretation are proper or not. ഇപ്പോൾ പലരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, നമ്മുടെ അഭിപ്രായം ശരിയാണോ തെറ്റാണോ, അതിലെന്തെങ്കിലും ചേഞ്ച് വരുത്തണോ എന്നുള്ളത് the perceiver will think. That is the process of checking. Then process of reacting. The perceiver should take some actions in the reaction to his perception. അപ്പോൾ അയാൾക്ക് കിട്ടിയ, അല്ലെങ്കിൽ ആ ഒരു പെർസീവറിന് കിട്ടിയ പെർസെപ്ഷനിൽ വേറെ എന്തെങ്കിലും ആക്ഷൻ ചെയ്യണോ വേണ്ടയോ, എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു പ്രോസസ്സ് ഹാപ്പൻ ചെയ്യും. ഇത് ഏതൊരു കാര്യത്തിലും നമുക്ക് ഈ ഒരു പ്രോസസ്സ് നടക്കും. ഈ പെർസെപ്ച്വൽ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ എന്തൊരു കാര്യം നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്തും നമ്മൾ ഒരു കാര്യത്തെ നോക്കി കാണുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ വഴക്കുണ്ടാക്കും, എനിക്ക് ബൈക്ക് വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് പാരൻസിനോട് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തർക്കിക്കുന്ന സമയത്ത് യു ആർ റിസീവിങ് ഓൾ ദീസ് സ്റ്റിമുലൈ. ആദ്യം നിങ്ങൾക്കൊരു സ്റ്റിമുലൈ ഉണ്ടാകും, ഒരു ആഗ്രഹം തോന്നുന്നു, ഒരു ഡിസയർ വരുന്നു, യുനോ ത്രൂ യുവർ മൈൻഡ് പല കാര്യങ്ങളും കാണുകയാണ്, കേൾക്കുകയാണ്, അപ്പോൾ അതൊരു വേണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നു. ആൻഡ് യു ആർ സെലക്ടിങ് വൺ സ്റ്റിമുലൈ ആൻഡ് യു വിൽ പ്രോസസ് ദാറ്റ്, യുനോ അത് ഇന്ന പോലെ ചെയ്താൽ ഇങ്ങനെ ആവുമെന്നൊക്കെ പ്രോസസ്സ് ചെയ്യുന്നു. അപ്പോൾ പാരൻസ് അതിനെക്കുറിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യും. ആൻഡ് യു വിൽ റീതിങ്ക് അബൌട്ട് ദാറ്റ്. പ്രോസസ് ഓഫ് ചെക്കിങ് നടക്കുന്നു. ആൻഡ് യു വിൽ റിയാക്ട് ടു ദാറ്റ്. ഇനി അത് വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ദ പ്രോസസ് ഓഫ് റിയാക്ടിങ്. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? സോ ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് പെർസെപ്ഷൻ, അല്ലെങ്കിൽ പെർസെപ്ച്വൽ പ്രോസസ്സിൻ്റെ ഒരു ഡീറ്റെയിൽ സ്റ്റെപ്പാണ് ഈ പറയുന്ന 6 കാര്യങ്ങളും. ഓക്കെ.